ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ജോസി എന്ന ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻട്രോയിഡ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോയിൽ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, എന്താണ് സെൻട്രോയിഡ്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രണ്ട് സെയിം ആണോ, അത് രണ്ട് ഡിഫറെൻ്റ് ആണോ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻസ്, പല ബേസിക് ഫിഗേഴ്സ് ഉണ്ട്, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ആ ബേസിക് ഫിഗേഴ്സിൻ്റെ ഒക്കെ ഇക്വേഷൻസ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് നോക്കാം. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും, ആ പോയിന്റിൽ കൂടി ആയിരിക്കും അതിൻ്റെ എൻറ്റയർ വെയ്റ്റും ആക്ട് ചെയ്യുന്നത്. അതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? ഒരു ബോഡിയിലെ പോയിന്റിൽ കൂടി അതിൻ്റെ ടോട്ടൽ വെയ്റ്റും ആക്ട് ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നോക്കാം. അതിപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അത് എങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ, ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം ഈ ഒരു പോയിന്റിലായിട്ട് വരും അല്ലേ. കാര്യം അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിൽ നമുക്കതിന് ബാലൻസ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം മറ്റൊരു പോയിന്റിൽ ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ഏതോ ഒരു പോയിന്റിലാണ് ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബോഡിയെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡിയുടെ ഒരു പോയിന്റിൽ കൂടി അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് ആക്ട് ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത് എന്ത് ടൈപ്പ് ഒബ്ജക്റ്റിനാണെന്ന് അറിയാമോ? 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിനാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഈ ഒരു പേന ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്, ഈ ഒരു പെൻസിൽ ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. അതായത് ഇതിന് ലെങ്ത്തും വിഡ്ത്തും ഡയമീറ്ററും ഹൈറ്റും ഒക്കെയുള്ളൊരു ഒബ്ജക്റ്റാണ് അല്ലേ. ഇനിയും അടുത്ത ടേമാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാലും സിമിലർ ആയിട്ടുള്ള ടേം തന്നെയാണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയോട് സിമിലർ ആയിട്ടുള്ള ടേമാണ്. പക്ഷേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റാണ്. 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? 2 ഡയമെൻഷനേ കാണത്തുള്ളൂ. അതായത് നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2 ഡയമെൻഷനിലാണ്. ഇവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 2 ഡയമെൻഷനിലാണ്. ഇവിടെ സർക്കിൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 2 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഏരിയനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് 2 ഡയമെൻഷണൽ ഫിഗേഴ്സിൻ്റെ, കുറച്ച് ബേസിക് ഫിഗേഴ്സിൻ്റെ ഇക്വേഷൻസ് നോക്കാം. സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിളിൻ്റെ ഈ ഗ്രീൻ ലൈനിൽ കാണിച്ചിരിക്കുന്നത് റെക്റ്റാങ്കിളാണ്. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ബി ആണ്, അടുത്ത സൈഡിൻ്റെ ലെങ്ത്ത് ഡി ആണ്. ഇനി നോക്കിക്കേ, സെൻട്രോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്റർ ഓഫ് ഏരിയ ആണ് അല്ലേ. 2 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് ഏരിയ ആണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു പോയിൻ്റ് ആയിരിക്കും റെക്റ്റാങ്കിളർ സെൻട്രോയിഡ്. അതായത് ഇവിടെ നമ്മൾ ഡയഗണൽ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഈ ഡയഗണൽ വന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻ്റ് ആയിരിക്കും റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മിഡിലായിട്ടായിരിക്കും റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത്. ഇനി നോക്കാം, ഇനി നമുക്ക് ഇതിൽ എക്സ് ബാറും വൈ ബാറും ആണ് സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ബാർ എന്താണ്, വൈ ബാർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ വരച്ചല്ലേ. ഇനി നോക്കിക്കേ, എപ്പോഴും നമ്മൾ സെൻട്രോയിഡ് പറയുന്നതിന് മുന്നായിട്ട് നമ്മളൊരു റെഫറൻസ് ആയിട്ടുള്ളൊരു ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, എക്സ് എന്നും വൈ എന്നും പറയുന്ന ആക്സിസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് എൻഡിനോട് ചേർത്ത് ഇതിൻ്റെ ബോട്ടത്തിനോട് ചേർത്ത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ റെഫറൻസ് ആക്സിസ് ആയിട്ട് എടുത്തു. എന്താണ് റെഫറൻസ് ആക്സിസ്? ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെൻട്രോയിഡിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത്. ഇപ്പം നോക്കിക്കേ, എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് വൈ ആക്സിസ്, ഇതാണ് സി അല്ലേ, സെൻട്രോയിഡ്. അപ്പോൾ നമ്മൾ ആ സെൻട്രോയിഡിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈ ബാർ എന്താണ്? വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് ബാറും ഈ വൈ ബാറും ആണ് നമ്മുടെ സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ്സ്, എക്സ് ബാർ കോമ വൈ ബാർ. നമ്മൾ യൂഷ്വലി കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് കോമ വൈ എന്നാണ് അല്ലേ. ഇവിടെയും സെയിം അത് തന്നെയാണ്. പിന്നെ സെൻട്രോയിഡ് ആയതുകൊണ്ട് നമ്മൾ എക്സ് ബാറിനും വൈ ബാറിനും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എക്സ് ബാറും വൈ ബാറും എന്താണെന്ന് മനസ്സിലായി അല്ലേ. എക്സ് ബാറും വൈ ബാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാറിനും വൈ ബാറിനും പറയുന്നത്. ഇനി എക്സ് ബാറിൻ്റെയും വൈ ബാറിൻ്റെയും വാല്യൂ എന്താണെന്ന് അറിയണം അല്ലേ. നോക്കിക്കേ, ഇതാണല്ലേ എക്സ് ബാർ.
ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ബി ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ സെൻട്രോയിഡ് ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വരും? ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. പിന്നെ വൈ ബാർ എങ്ങനെയാണ്? വൈ ബാർ ഈ ടോട്ടൽ ഡിയുടെ മിഡിലായിട്ടാണല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈ ബാറിനെ എങ്ങനെ എഴുതാം? ഡി ഡിവൈഡഡ് ബൈ 2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു ബി ബൈ 2, വൈ ബാർ ഈസ് ഈക്വൽ ടു ഡി ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ് ഏരിയ. എ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഏരിയ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ബി ഇൻറ്റു എ ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിൻ്റെ ബേസ് ബി ആണ്, ഹൈറ്റ് എച്ച് എന്നിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്തത് ഈ ഒരു പോയിന്റിൽ നമുക്ക് സെൻട്രോയിഡ്, ഈ ഒരു പോയിന്റിലായിരിക്കും ഇതിൻ്റെ സെൻട്രോയിഡ് സി വരുന്നത്. നമ്മളിവിടെ മാർക്ക് ചെയ്തു. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? എക്സ് ബാറും വൈ ബാറും എന്താണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എപ്പോഴും എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ റെഫറൻസ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. അപ്പോൾ എക്സ് ബാർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി വൈ ബാർ എന്ന് വെച്ചാൽ എന്താണ്? വൈ ആക്സിസ്, എക്സ് ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ, ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെയും ഹൈറ്റ് നമ്മൾ എച്ച് എന്ന് മാർക്ക് ചെയ്തു. സെയിം ട്രയാങ്കിളിൽ തന്നെ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത് ഇതിനെ ബി എന്ന് മാർക്ക് ചെയ്തു. ഇതാണ് ഇതിൻ്റെ സെൻട്രോയിഡ്. ഇനി നമ്മൾ എപ്പോഴും ഒരു കാര്യം ഓർത്തിച്ചിരിക്കുക, ഈ ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും, ഇതാണ് ബേസാണ് ഉദ്ദേശിക്കുന്നത്, ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എച്ച് ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എച്ച് ബൈ 3 ആണ്. അതായത് ഇവിടെ തന്നിരിക്കുക, ഇപ്പോൾ എച്ച് ആണല്ലോ തന്നിരിക്കുന്നത്, അതുകൊണ്ട് എച്ച് ഡിവൈഡഡ് ബൈ 3. ഇത് നോക്കി, ഇതാണല്ലേ കോർണർ അല്ലേ, ഈ ട്രയാങ്കിളിൻ്റെ ഒരു കോർണർ ഇതാണ്. ഈ ഒരു കോർണറിൽ നിന്നും ഇവിടെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത്രയും ടോട്ടൽ എച്ച് ആണ്, ഇത്രയും എച്ച് ബൈ 3 ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അങ്ങനെ എഴുതാം? എച്ച് മൈനസ് എച്ച് ബൈ 3 എന്ന് എഴുതാം അല്ലേ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3h മൈനസ് എച്ച് ഡിവൈഡഡ് ബൈ 3, അതായത് 2h ഡിവൈഡഡ് ബൈ 3. മനസ്സിലായോ? ഇപ്പോൾ കോർണറിൽ നിന്നും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ഈ ഒരു ഡിസ്റ്റൻസ് 2h ബൈ 3 ആണ്. അതായത് കോർണർ ടു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ് എന്ന് പറയുന്നത് 2h ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ഇത് ഏത് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് h ബൈ 3 ആണ്. കോർണറിൽ നിന്നും സെൻട്രോയിഡ് വഴി വരെയുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 2h ബൈ 3 ആയിരിക്കും. ഇത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്കിനി എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം അല്ലേ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് വൈ ബാർ നോക്കാം. വൈ ബാർ എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രോയിഡ് മുതൽ എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. പിന്നെ എന്താണ് പറഞ്ഞത്? ട്രയാങ്കിളിൻ്റെ ഇങ്ങനെയുള്ള ഈ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്ര ആണെന്നാണ് പറഞ്ഞത്? എച്ച് ബൈ 3 ആണല്ലേ. അപ്പോൾ ആ എച്ച് ബൈ 3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നും ഈ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഇവിടുത്തെ എച്ച് ഡിവൈഡഡ് ബൈ 3, എച്ച് ബൈ 3 അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എക്സ് ബാർ നോക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ, ബി ഡിവൈഡഡ് ബൈ 3. ഇവിടെ നമുക്ക് ബി ആണല്ലോ തന്നിരിക്കുന്നത്, അതുകൊണ്ട് ബി ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മുടെ റെഫറൻസ് ആക്സിസ് ഇങ്ങനെയാണ് വരച്ചത്. അതുകൊണ്ട് നമുക്ക് എക്സ് ബാറും വൈ ബാറും എച്ച് ബൈ 3 എന്നും ബി ബൈ 3 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. ക്വസ്റ്റിൽ നമുക്ക് എപ്പോഴും ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇതുപോലെ അപ്വേർഡായിട്ട് തരണമെന്നില്ല. ക്വസ്റ്റിനിൽ പല ഡയറക്ഷനിൽ വരാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ തന്നിരിക്കുന്ന വിചാരിക്കാം ക്വസ്റ്റിനിൽ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് നോക്കി, ഇനി നമ്മുടെ ആക്സിസ് ഇങ്ങനെയാണ് നമ്മൾ ആക്സിസ് മാർക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്.
അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ് ബാർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ബാറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എക്സ് ബാറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ എച്ച് ആണ്, ഈ ഒരു ഹൈറ്റ് എച്ച് ആണ്, ഈ ഒരു ബേസ് ബി ആണ്. അപ്പോൾ ഈ ഒരു എക്സ് ബാറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഞാൻ എന്താണ് പറഞ്ഞത്? ട്രയാങ്കിളിൻ്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? h/3. ഇവിടെ എച്ച് ആണല്ലേ, അതുകൊണ്ട് h/3. ഇനി വൈ ബാർ അല്ലേ. വൈ ബാർ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്നും ഈ ഒരു കോർണർ പോയിന്റിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ കോർണറിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്? 2h/3 ആണ് അല്ലേ. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് h അല്ല ബി ആണ്, അപ്പോൾ നമുക്ക് 2b/3 എന്ന് എഴുതാം. കണ്ടോ? അപ്പം റെഫറൻസ് ആക്സിസ് മാറുന്നതനുസരിച്ച് എക്സ് ബാറും വൈ ബാറും മാറും. ഇപ്പം നമ്മൾ കാണാൻ പിടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ഈ ഒരു പോയിന്റ് മനസ്സിലുണ്ടെങ്കിൽ ഈ ഫിഗർ ഏത് ഡയറക്ഷനിൽ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഒരു എക്സാമ്പിളോട് നോക്കാം. ഇനി നമ്മളുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലേ. ഇതിൻ്റെ ബേസ് ബി ആണ്, ഹൈറ്റ് എച്ച് ആണ്. നമ്മളുടെ റെഫറൻസ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ സെൻട്രോയിഡ് പോയിന്റ്. അപ്പോൾ ഇത് എക്സ് ബാർ ആയിരിക്കും, ഇത് വൈ ബാർ ആയിരിക്കും അല്ലേ. ഈ ഡിസ്റ്റൻസ് വൈ ബാർ ആയിരിക്കും. ഇനി എക്സ് ബാർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, എക്സ് ബാർ എങ്ങനെയാണ്? കോർണറിൽ നിന്നും അല്ലേ, ഈ ഒരു കോർണറിൽ നിന്നും ഈ സെൻട്രോയിഡ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ കോർണർ പോയിന്റിൽ നിന്നും ഈ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്കങ്ങനെ എഴുതാൻ പറ്റും. കോർണറിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞത്? 2h/3 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2/3 ഇൻറ്റു എച്ച് അല്ല, ഇവിടെ നമുക്ക് ബി ആണ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് ബി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2b/3 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് വൈ ബാർ. വൈ ബാർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ നിന്നും ഈ ഒരു സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് h/3. ഇവിടെ എച്ച് തന്നെയാണ്, അപ്പോൾ നമുക്കിവിടെ h/3 എന്ന് എഴുതാൻ പറ്റും. ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിനിൽ എപ്പോഴും നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെ തരണമെന്നില്ല. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാകും, ഇങ്ങനെയാകും, ഇനി ഇനി വേറൊരു ഡയറക്ഷൻ ഇങ്ങനെയാണ്, അങ്ങനെ പല ഡയറക്ഷൻ മാറി മാറി വരാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻസ് മാറ്റണം. അപ്പോൾ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. കൂടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് h/3 ആണ്. എച്ച് എന്ന് വെച്ചാൽ ഇവിടെ എച്ച് ആണെങ്കിൽ എച്ച്, ഇവിടെ ബി ആണെങ്കിൽ ബി. പിന്നെ കോർണറിൽ നിന്നും സെൻട്രോയിഡിലുള്ള ഡിസ്റ്റൻസ് 2h/3 ആയിരിക്കും. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ട്രയാങ്കിളാണ്. ഇത് റൈറ്റ് ആംഗിളാണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളല്ല. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ അതിൻ്റെ ബേസ് ബി ആണ്, ഹൈറ്റ് എച്ച് ആണ്. നമ്മൾ റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്തു, എക്സും വൈയും. ഇനി ഈ ഒരു പോയിന്റിലായിട്ടായിരിക്കും നമ്മൾ സെൻട്രോയിഡ് ആക്ട് ചെയ്യുന്നത്, സെൻട്രോയിഡ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ബാർ എന്താണ്? വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. പിന്നെ വൈ ബാർ എന്താണ്? എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് വൈ ബാർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമുക്ക് എക്സ് ബാറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൻ്റെ പകുതിയാണ് അല്ലേ എക്സ് ബാർ. ഇവിടെ നിന്നും ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ബിയുടെ ഹാഫ് ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി വൈ ബാർ എന്താണ്? വൈ ബാർ എന്ന് പറയുന്നത് h/3 ആണ്. വൈ ബാർ എന്ന് പറയുന്നത് h/3 ആണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കറിയാലോ, ഇവിടെയും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് നമുക്കറിയാം 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഫറൻസ് ആക്സിസ് മാർക്ക് ചെയ്തു, എക്സ് ആക്സിസും വൈ ആക്സിസും. ഇനിയും നമ്മുടെ സെൻട്രോയിഡ് ഇതിൻ്റെ സെൻട്രൽ തന്നെയാണ്. സർക്കിളിൻ്റെ സെൻട്രോയിഡ് അതിൻ്റെ സെൻട്രൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സ് ബാറിനെ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? എക്സ് ബാർ എന്ന് പറയുന്നത് വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ എക്സ് ബാർ. പിന്നെ എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അത് വൈ ബാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആണല്ലോ എക്സ് ബാർ. ഇത് എന്തിനോട് ഈക്വലാണ്? ഇത് റേഡിയസ് ആറിനോട് ഈക്വലാണ് അല്ലേ. സെൻട്രലിൽ നിന്നും ഒരു പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ്, അത് റേഡിയസ് ആറിനോട് ഈക്വലാണ്. പിന്നെ വൈ ബാർ അതുപോലെ തന്നെ അല്ലേ, സെൻട്രലിൽ നിന്നും മറ്റൊരു പോയിന്റ് വരെ ഡിസ്റ്റൻസ് ആണ്, അപ്പം അതും 6 തന്നെയാണ്. അപ്പോൾ എക്സ് ബാറും വൈ ബാറും സർക്കിളിൻ്റെ റേഡിയസ് ആറിനോട് ഈക്വൽ ആയിരിക്കും. ഇനിയും ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, πr² ആണ്. ഇനി അടുത്തത് സെമി സർക്കിൾ. സെമി സർക്കിൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാഫാണ് ഈ സെമി സർക്കിൾ. പിന്നെ സെമി സർക്കിളിൻ്റെ റേഡിയസ് ഇതാണ്. സെമി സർക്കിളിൻ്റെ സെൻറ്റർ അങ്ങോട്ട് 6 ഇങ്ങോട്ട് 6 അല്ലേ. ഇനിയും സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് ഈ ഒരു പോയിൻ്റ് ആണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ,
നമുക്ക് എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു വൈയിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. ഇനിയും വൈ ബാർ എന്ന് പറയുന്നത് ഈ സെൻട്രോയിഡ് മുതൽ എക്സ് ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് ബാർ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ബാർ നോക്കിക്കേ, ഈ ഒരു എക്സ് മുതൽ സെൻറ്റർ വരെയുള്ള ഈ ഒരു സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. അതായത് ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് ആറാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് ബാർ എന്ന് പറയുന്നത് റേഡിയസ് ആറിനോട് ഈക്വൽ ആയിരിക്കും. അടുത്ത് നോക്കിക്കേ വൈ ബാർ. വൈ ബാർ എന്ന് പറയുന്നത് സെൻറ്റർ മുതൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് 4r/3π ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഡയമീറ്റർ, ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ടല്ലോ, ഈ സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π എന്ന് പഠിക്കുക. നോക്കി, അതായത് ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡയമീറ്റർ പോർഷൻ അല്ലേ, ഈ ഒരു ഡയമീറ്റർ പോർഷനിൽ നിന്നും ടു സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് 4r/3π എന്ന് പഠിക്കാം. അങ്ങനെ പഠിക്കാം. കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ റെഫറൻസ് ആക്സിസ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഈ സെമി സർക്കിളിനെ നമുക്ക് ഡയറക്ഷൻ മാറ്റി ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ സെമി സർക്കിൾ അല്ലേ. ഇത് അതിൻ്റെ സെമി സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ്. ഇങ്ങോട്ട് റേഡിയസ് 6, ഇങ്ങോട്ട് റേഡിയസ് 6. പിന്നെ ഇത് നമ്മുടെ റെഫറൻസ് ആക്സിസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് എക്സും ഇത് വൈയും. ഇനിയും ഇതിൻ്റെ സെൻട്രോയിഡ് പോയിൻ്റ് എപ്പോഴും ഈ ഒരു പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനിയും എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താണ്? സെൻറ്ററിൽ നിന്ന് വൈ ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. ഇനി വൈ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. അത് നമുക്ക് അറിയാം. ഇനി നമുക്ക് എക്സ് ബാറും വൈ ബാറും എഴുതാം. ഫസ്റ്റ് നമുക്ക് വൈ ബാർ എഴുതാം. നമുക്ക് കുറച്ചുകൂടി ഈസി ആവും. വൈ ബാർ എങ്ങനെ എഴുതാൻ പറ്റും നോക്കിക്കേ. ഇവിടെ നിന്നും സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണല്ലേ, സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഇത് അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. വൈ ബാർ അപ്പം 6നോട് ഈക്വൽ ആയിരിക്കും അല്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് 6. വൈ ബാർ 6നോട് ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി നമുക്ക് എക്സ് ബാർ വേണം. എക്സ് ബാർ നോക്കിക്കേ, എന്താണ് പറഞ്ഞത്? എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ഡയമീറ്റർ, ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് ബാർ എങ്ങനെ നമുക്ക് എഴുതാം? അതിവിടെ പറഞ്ഞിട്ടുണ്ട് 4r/3π. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇക്വേഷൻസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ എക്സ് ബാർ അല്ല ഇവിടുത്തെ എക്സ് ബാർ അല്ലേ, മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു ഡയമീറ്റർ പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ്, സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസാണ് 4r/3π. അത് നമ്മൾ പഠിച്ചിരിക്കുക. പിന്നെ മറ്റേ ഡിസ്റ്റൻസ് റേഡിയസിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനിയും സെമി സർക്കിളിൻ്റെ ഏരിയ πr² ആണ് അല്ലേ. ടോട്ടൽ സർക്കിൾ ആയിരുന്നെങ്കിൽ πr², അപ്പം സെമി സർക്കിൾ ആകുമ്പോൾ /2 കൊടുക്കണം. ഇനി അടുത്തത് ക്വാർട്ടർ സർക്കിൾ. ക്വാർട്ടർ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ 1/4 ആണ് അല്ലേ. ഇതിൻ്റെ സെൻട്രോയിഡ് ഈ ഒരു പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? റേഡിയസ് 6 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് റേഡിയസ് 6 ആണ്. ഇനി നമുക്ക് എക്സ് ബാർ മാർക്ക് ചെയ്യാം. ഇതാണ് എക്സ് ബാർ, ഇതാണ് വൈ ബാർ അല്ലേ. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെ വരും? 4r/3π ആണല്ലേ. അതായത് ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ, ഇവിടെ അത് തന്നെ പഠിച്ചു വെച്ചിരിക്കുക, ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും, ആ റേഡിയസിൻ്റെ ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലേ. സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. അതാണ് ഈ ക്വാർട്ടർ സർക്കിളും സെമി സർക്കിളും അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. സ്ട്രെയിറ്റ് പോർഷൻ അല്ലെങ്കിൽ ആ ഡയമീറ്ററിൻ്റെ ആ ഒരു പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ വരയ്ക്കാം. അതായത് ചിലപ്പോൾ നമ്മളുടെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാർട്ടർ സർക്കിൾ എന്ന് കരുതുക. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇതാണ് റേഡിയസ് 6, ഇത് റേഡിയസ് 6 ആണ് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഇത് വരയ്ക്കാം. റെഫറൻസ് ആക്സിസ് ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇതാണ് നമ്മുടെ സെൻട്രോയിഡ്. അപ്പോൾ നമുക്ക് എക്സ് ബാറും വൈ ബാറും മാർക്ക് ചെയ്യാം. വൈയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ബാർ, പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും വൈ ബാർ അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത്? സ്ട്രെയിറ്റ് പോർഷൻ അല്ലെങ്കിൽ ആ ഒരു റേഡിയസ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് ഡിസ്റ്റൻസ് 4r/3π ആണ്. അത് ഓർത്തിരിക്കുക. നമുക്കിവിടെ ഫസ്റ്റ് വൈ ബാർ ഞാൻ മാർക്ക് ചെയ്യാം, വൈ ബാർ എഴുതാം. അത് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. നോക്കിക്കോളൂ, എന്താണ് പറഞ്ഞത്? സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെ ഡിസ്റ്റൻസ് 4r/3π ആണ്. ഇപ്പോൾ വൈ ബാർ നോക്കിക്കുകയും സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയാണ് അല്ലേ ഇത്, ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം?
4r ഡിവൈഡഡ് ബൈ 3π ആണ്. ഇനി നോക്കിക്കേ, നമുക്ക് എക്സ് ബാർ എഴുതാം. എക്സ് ബാർ എങ്ങനെ എഴുതാം? വൈ ആക്സിസിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. പക്ഷെ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അറിയാവോ? ഈ ഡിസ്റ്റൻസ് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഒരു ഡിസ്റ്റൻസ് അറിയാം. ഈ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം അല്ലേ. സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. എത്രയാണ്? 4r/3π ആണല്ലേ. അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. പക്ഷെ നമുക്ക് ഈ ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് ആറാന്നറിയാം. ഇത്രയും ഡിസ്റ്റൻസ് 4r/3π ആണെന്നറിയാം. അപ്പോൾ ഈ എക്സ് ബാർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? r - 4r ഡിവൈഡഡ് ബൈ 3π. ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ കണ്ടീഷൻ്റെയും ഇക്വേഷൻസ് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ അല്ലെങ്കിൽ റേഡിയസ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഈ ക്വാർട്ടർ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലേ. കാര്യം ടോട്ടൽ πr² ആണ്. ഇതെന്ന് പറയുന്നത് 1/4 പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് πr² ഡിവൈഡ് ബൈ 4 ആണ്. ഇപ്പോൾ നമ്മൾ ബേസിക് ഫിഗേഴ്സിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നോക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോട്ട്ബുക്കിലോ ഒരു പേപ്പറിലോ ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതുക. എഴുതിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞതിൽ ട്രയാങ്കിളും അതുപോലെ സെമി സർക്കിളും ഒക്കെ പഠിച്ച അതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഫിഗേഴ്സ് ഡയറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ റൈറ്റിലേക്കാണ്, ചിലപ്പോൾ ലെഫ്റ്റിലേക്കാണ്, ചിലപ്പോൾ ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ഫിഗർ വരുന്നത്. അപ്പോൾ ഈ ഫിഗറിനനുസരിച്ച് വേണം നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു വെക്കുക. ഫോർ എക്സാമ്പിൾ, ട്രയാങ്കിളിന് ഞാൻ പറഞ്ഞായിരുന്നു, ട്രയാങ്കിളിന്റെ ബേസിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് h/3. അതുപോലെ തന്നെ കോർണറിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 2h/3 ആണ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലിരിക്കണം. അതുപോലെ തന്നെ സെമി സർക്കിളിന് എങ്ങനെയായിരുന്നു? ആ ഒരു ഡയമീറ്റർ പോർഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് പോർഷനിൽ നിന്നും സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.